സ്നേഹമുള്ളവരെ, പല ഡിറ്റക്റ്റീവ് കഥകളും നമുക്കറിയാം. ഷെർലക് ഹോംസ് പോലെയുള്ള കഥാപാത്രങ്ങൾ അവരുടെ മുമ്പിലേക്ക് ആരെങ്കിലുമൊക്കെ ഒരു ആവശ്യവുമായിട്ട് കടന്നു വരുന്നു. ആ മനുഷ്യർ അവരെപ്പറ്റി അധികം പറയുന്നതിന് മുമ്പ് തന്നെ ഷെർലക് ഹോംസിന് ഇയാളുടെ പല കാര്യങ്ങളും അറിയാം. അയാളത് പറയുന്നുണ്ട്. അയാൾ ആരാണെന്നുള്ളത്, അയാളുടെ ജോലിയെപ്പറ്റി തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ ഏകദേശം 100% ശരിയെന്ന രീതിയിൽ ഇയാൾ പറയാറുണ്ട്. ഇന്നത്തെ സുവിശേഷം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്ന ചിന്ത ഇതായിരുന്നു. യോഹന്നാൻ യേശുവിനെ കാണുന്നുണ്ട്. തൻ്റെ അടുത്തേക്ക് സ്നാനം സ്വീകരിക്കാൻ വരുന്ന യേശു. ഈ യേശുവിനെ നോക്കി യോഹന്നാൻ പറയുന്നു, ഇത് അവനാണ്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുവാൻ വന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, മിശിഹ. ഈ വാക്കുകളിൽ ഏതെങ്കിലുമൊക്കെ ഊഹമല്ല നമ്മൾ കേൾക്കുന്നത്. യോഹന്നാന് വളരെ കൃത്യമായിട്ട് ഉള്ള വിശ്വാസമാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. പക്ഷേ യോഹന്നാന് ഈ അറിവ് എവിടെ നിന്നാണ്? യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, യേശുവിനെ തനിക്ക് അറിയില്ലായിരുന്നു എന്ന്. എത്രമാത്രം അത് സത്യമാണ് അല്ലെങ്കിൽ കൃത്യമാണ്? കാരണം ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. എലിസബത്ത് ഗർഭിണിയായ സമയത്ത് മറിയ അവിടെ പോവുകയും എലിസബത്തിനെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നുണ്ട്. മറിയവും എലിസബത്തും കാണുന്ന ആ സന്ദർഭത്തിൽ ഇവരുടെ ഉദരത്തിൽ ശിശുക്കൾ തമ്മിൽ അഭിവാദ്യം ചെയ്തു എന്നാണ് ലൂക്കാസ് സുവിശേഷം പറയുന്നത്. അതിനുശേഷം അവർ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനുശേഷം യോഹന്നാൻ്റെ മാതാപിതാക്കൾ യേശുവിനെ പറ്റി, യേശുവിൻ്റെ അത്ഭുത ജനനത്തെപ്പറ്റി, യേശുവിൻ്റെ ദൈവികമായിട്ടുള്ള ആ സാന്നിധ്യത്തെപ്പറ്റിയൊക്കെ യോഹന്നാനോട് വിവരിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി സുവിശേഷങ്ങൾ ഒന്നും പറയുന്നില്ല. പക്ഷേ അതിന് സാധ്യത ഒത്തിരിയുണ്ട്. എന്തായാലും യോഹന്നാൻ വളരെ ഉറച്ച വിശ്വാസത്തിലാണ് ഇവിടെ പ്രഘോഷിക്കുന്നത്. യേശുവാണ് മിശിഹ. ദൈവാത്മാവിനാൽ നിറഞ്ഞവനാണവൻ. അവനിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. യോഹന്നാൻ്റെ ദൈവിക വെളിപാടോ അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള അറിവോ കാഴ്ചപ്പാടോ, സഹോദരനെ മനസ്സിലാക്കുന്ന സഹോദരൻ്റെ ആ വിശ്വാസമോ ഒക്കെയാകാം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. യോഹന്നാൻ എന്തായാലും പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലും പ്രാധാന്യമുള്ളതാണ്. നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ യേശുവിനെ നമ്മൾ നേരിട്ട് കണ്ട് അറിവില്ല. പക്ഷേ അവൻ രക്ഷകനാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക, അവനിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം എന്നുള്ള ഒരു ഉറപ്പ്, അത് നമുക്ക് നമ്മുടെ വിശ്വാസം നൽകുന്നുണ്ട്. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ചാഞ്ചല്യമുണ്ടാകാം. പല ചോദ്യങ്ങൾക്കും അത്ര കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളും നമുക്കുണ്ടാകില്ല. ഈ ഒരു സന്ദർഭത്തിലാണ് നമുക്ക് ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം ആവശ്യമായി വരുന്നത്. ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മകളിൽ മറ്റുള്ളവരിൽ വിശ്വാസമുണ്ടാവുക. സ്നാപക യോഹന്നാൻ ഇതിന് ഒരു നല്ല ഉദാഹരണമാണ് കാണിച്ചു തരുന്നത്. അവൻ പറയും, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക, അവരിൽ വിശ്വാസം അർപ്പിക്കുക, അത് ഉറച്ച വിശ്വാസത്തോടുകൂടി ഏറ്റുപറയുക. അങ്ങനെയുള്ള വാക്കുകൾ, അങ്ങനെയുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശക്തി നൽകുന്നു. തുടർന്നും നന്മ ചെയ്യുവാനായിട്ട്, നന്മയിൽ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് ശക്തി നൽകുന്നു. സ്നേഹമുള്ളവരെ, യോഹന്നാനെ പോലെ നമുക്കും ദൈവത്തിൻ്റെ ആത്മാവിനൊപ്പം വിശ്വസിക്കാം. ആ ആത്മാവിൻ്റെ ബലത്തിൽ നമുക്കും നമ്മുടെ വിശ്വാസത്തിൽ ചരിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.